ചില പ്രത്യേക സമയങ്ങളിൽ ഏതെങ്കിലും മൃഗങ്ങളും പക്ഷിജാലങ്ങളുമൊക്കെ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് ഭാഗ്യത്തിൻ്റെ സൂചകമായും ദൗർഭാഗ്യത്തിൻ്റെ സൂചകമായും കണക്കാക്കപ്പെടുന്നു. അത്തരത്തിൽ ചില ജീവികൾ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വളരെയേറെ അർത്ഥങ്ങളുള്ള ഒരു മാസമാണ് ധനുമാസം. കാരണം വളരെയധികം ആത്മീയ പ്രാധാന്യവും ജ്യോതിഷപരമായ മർമ്മങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ ചില പക്ഷിമൃഗാദികളിലൂടെ ഈ പ്രപഞ്ചശക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങളിലേക്ക് ചൂണ്ടിക്കാട്ടും. ഇതിൽ ധനുമാസം എന്ന് പറയുന്നത് ഡിസംബർ 16 ചൊവ്വാഴ്ച മുതൽ ജനുവരി 14 ബുധനാഴ്ച വരെയുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങളുടെ മുൻപിൽ ചില ജീവികൾ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിനെ നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. കാരണം നിങ്ങളുടെ ഇഷ്ടദേവതകളും ദൈവിക ശക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന ചില കാര്യങ്ങളെ അതിശക്തമായി നിങ്ങളോട് ആശയവിനിമയം നടത്തുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥ ഇതിലൂടെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ഈ ധനുമാസത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമായും ദൗർഭാഗ്യമായും വരുന്ന കുറച്ച് പക്ഷിമൃഗാദികളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ധനുമാസത്തിൽ നിങ്ങളുടെ മുൻപിലോ നിങ്ങളുടെ വീട്ടുപരിസരത്തോ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് തത്ത. പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ വീട്ടുപരിസരത്തോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും യാത്ര പുറപ്പെടുന്ന വഴിമധ്യേ വെച്ചോ നിങ്ങൾ തത്തയെ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന ആ കാര്യത്തിന് കാര്യവിജയം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും ഉടനടി നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും എന്നതിൻ്റെയും സൂചനയാണ്. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ രാവിലെ സമയങ്ങളിൽ ധനുമാസത്തിൽ തത്തയെ ശകുനം കാണുന്നവർക്ക് വളരെ വേഗത്തിൽ തന്നെ ഒരു സന്തോഷ വാർത്ത ജീവിതത്തിൽ കേൾക്കുവാൻ കഴിയും. മാത്രമല്ല ഈ തത്തയെ കണ്ടതിനു ശേഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ധനപരമായി നിലനിന്നിരുന്ന പ്രതിസന്ധികൾ അകലുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്നത് പച്ച നിറമുള്ള തത്തകൾ തന്നെയാണ്. എന്നാൽ നേരെ മറിച്ച് ധനുമാസത്തിൽ നിങ്ങൾ ജീവനില്ലാത്ത തത്തകൾ എവിടെയെങ്കിലും ചത്ത രീതിയിൽ കിടക്കുന്നത് കാണുകയാണെങ്കിൽ അത് ഒരു അശുഭകരമായ സൂചനയായും കണക്കാക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതായി ധനുമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭാഗ്യങ്ങളും ഉയർച്ചകളുമൊക്കെ വരുന്നതിൻ്റെ സൂചനയായി നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു കയറുന്ന ഒരു ജീവിയാണ് നായകൾ. നായകൾ മറ്റുള്ള സമയങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ വന്നു കയറുന്നതും ധനുമാസത്തിൽ വന്നു കയറുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതുവരെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ലാത്ത ഒരു നായ എവിടെ നിന്നെങ്കിലും നിങ്ങളുടെ വീട്ടുമുറ്റത്തോ വീട്ടുപരിസരത്തോ ആയി ഈ ധനുമാസത്തിൽ കയറി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നിലനിൽക്കുന്ന കാര്യതടസ്സങ്ങൾ ഉടനടി നീങ്ങിക്കിട്ടുന്ന തരത്തിലുള്ള ഭാഗ്യങ്ങളുണ്ടാകും. മാത്രമല്ല ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു കയറുന്ന നായ ഒരു വെപ്രാളമോ ശല്യമോ ഇല്ലാതെ വളരെയധികം ശാന്തമായാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കിടക്കുന്നത് എങ്കിൽ വളരെയധികം ഈശ്വരാധീനം നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നും വളരെ സമാധാനം നിറഞ്ഞ അന്തരീക്ഷമാണ്
ഇനി നിങ്ങളുടെ വീട്ടിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ പോകുന്നത് എന്നും ഇത് അർത്ഥമാക്കുന്നു. അതിനാൽ തന്നെ ഈ ധനുമാസത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു നായ വന്നു കയറുകയാണെങ്കിൽ അവയെ ആട്ടിപ്പായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതെ ഭക്ഷണം നൽകി പരിപാലിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം വളരെയധികം വർദ്ധിക്കുവാൻ കാരണമാകുന്ന ഒന്ന് തന്നെയാണ്. ഇനി മൂന്നാമതായി, ഈ ധനുമാസത്തിൽ അത്രയധികം ഭാഗ്യസൂചകമായി കണക്കാക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് കുയിൽ. പ്രത്യേകിച്ച് ധനുമാസം 1-ാം തീയതിയൊക്കെ രാവിലെ സമയങ്ങളിലും മറ്റും നിങ്ങൾ കുയിൽ നാദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് സർവ്വ ഐശ്വര്യങ്ങളുടെയും ലക്ഷണമാണ്. അതായത് ഇത്തരത്തിൽ ധനുമാസത്തിൽ കുയിൽ നാദം കേൾക്കുകയോ കുയിലിനെ വീട്ടുപരിസരത്ത് കാണുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് ഉടനടി ചില ശുഭവാർത്തകൾ കേൾക്കുവാൻ കഴിയുകയും കുടുംബത്തിൽ പല വിധത്തിലുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും വന്നു ചേരുന്ന തരത്തിലുള്ള ഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും. ഒപ്പം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര കടാക്ഷത്തെയും പോസിറ്റിവിറ്റിയെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഈ ധനുമാസത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ കുയിൽ നാദം കേൾക്കുകയോ കുയിലിനെ നിങ്ങളുടെ വീട്ടുപരിസരത്തു മറ്റുമായി കാണുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക. ഇനി അടുത്തതായി, ഈ ധനുമാസത്തിൽ നിങ്ങളുടെ മുൻപിൽ ശകുനമായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തും നിസ്സാരമാക്കാൻ പാടില്ലാത്ത ഒരു ജീവിയാണ് മൂങ്ങ. കാരണം മൂങ്ങയെ നിങ്ങൾ ഈ ധനുമാസത്തിൽ പകൽ സമയങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചില ദൗർഭാഗ്യങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇനി നിങ്ങൾ നേരിട്ട് കാണാതെ അവയുടെ ശബ്ദമാണ് പകൽ സമയങ്ങളിൽ കേൾക്കുന്നത് എങ്കിൽ പോലും അത് ഭാഗ്യക്കേടിൻ്റെ പ്രതീകമാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ധനുമാസത്തിൽ മൂങ്ങയെ പകൽ സമയത്ത് കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ദൂരയാത്രകൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാനോ ശുഭകാര്യങ്ങൾ ചെയ്യുവാനോ പോകരുത്. കാരണം എന്തോ ഒരു വിപത്ത് അവിടെ പതിയിരിക്കുന്നുണ്ട് എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. അത്തരത്തിലുള്ള മാനസിക വിഷമങ്ങളെയും അപ്രതീക്ഷിതമായ ദുരന്തങ്ങളെയും ഒഴിവാക്കുവാനായി ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. ഇനി ഇതിൽ തന്നെ ദുശകനങ്ങളായി വരുന്ന ജീവികളെ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ദോഷഫലങ്ങളെ തടയുവാനും അതുപോലെ തന്നെ ഭാഗ്യങ്ങളായി വരുന്ന ജീവികളെ കണ്ടുകഴിഞ്ഞാൽ ആ ഭാഗ്യങ്ങളെ കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. ഇനി അഞ്ചാമതായി, ഈ ധനുമാസത്തിൽ വളരെയധികം ശകുന പ്രാധാന്യം നിലനിൽക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക. കാരണം സാധാരണഗതിയിൽ കാക്കകളെയൊക്കെ ഒരു ശുഭശകുനമായി തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ ഈ ധനുമാസത്തിൽ വളരെ അസാധാരണമായി നിങ്ങളുടെ വീടിനുള്ളിലേക്ക് കാക്ക വന്നു കയറുകയാണെങ്കിൽ അത് ചില ദോഷകരമായ കാര്യങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ധനുമാസത്തിൽ നിങ്ങളുടെ വീടിനുള്ളിലേക്ക് ഒരു കാക്ക പ്രവേശിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ ചില സമാധാനക്കേടുകൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ കുടുംബ കലഹമുണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്നും സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു കാക്ക നിങ്ങളുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന തരത്തിലുള്ള കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവയെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ വിടരുത്. ഇത്തരത്തിൽ വീടിനുള്ളിലേക്ക് കാക്ക പ്രവേശിക്കുന്നതിൽ നിന്ന് അവയെ തടയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ നേരെ മറിച്ച് നിങ്ങളുടെ വീട്ടിലും പരിസരത്തുമായി വരുന്ന കാക്കകൾക്ക് ഈ ധനുമാസത്തിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ശുഭകരമായ ഒന്നു തന്നെയാണ്. അത്തരത്തിൽ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പിതൃപ്രീതിയും ശനിയുടെ അപഹാരത്തിൽ നിന്നുള്ള രക്ഷയും ലഭിക്കും.
ചുരുക്കി പറഞ്ഞാൽ ധനുമാസത്തിൽ കാക്ക വീടിനുള്ളിലേക്ക് കയറുന്നത് മാത്രം നിങ്ങൾ തടഞ്ഞാൽ മതി. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുപരിസരത്ത് വന്ന് അസാധാരണമായി കാക്കകൾ തമ്മിൽ കലഹമുണ്ടാക്കുകയോ അതുപോലെ തന്നെ ജീവനറ്റ കാക്കകളെ നിങ്ങളുടെ വീട്ടുപരിസരത്ത് കാണുകയോ ചെയ്താൽ അതും ദുർസൂചന തന്നെയാണ്. ഇനി ആറാമതായി, ഈ ധനുമാസത്തിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ ചുറ്റുവട്ടത്തോ ആയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴിമധ്യയോ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ശുഭകരമായി കണക്കാക്കാവുന്ന ഒരു ജീവിയാണ് അണ്ണാൻ. ഇത്തരത്തിൽ അണ്ണാൻ എന്ന ജീവിയെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ വളരെയധികം സാധ്യത ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നു എന്നതാണ്. മാത്രമല്ല, അപ്രതീക്ഷിതമായി പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും എന്നുള്ളതും ഈ ഒരു ജീവി ശകുനമായി വരുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ഈ അണ്ണാൻ എന്ന ജീവി വളരെ വേഗത്തിൽ മനുഷ്യരുമായി ഇണങ്ങുന്ന ഒരു ജീവി അല്ലെങ്കിൽ പോലും ഈ ധനുമാസത്തിൽ നിങ്ങളോട് അത്തരത്തിൽ വളരെ വേഗത്തിൽ ഇണങ്ങുകയും അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അവ വാങ്ങുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ചില നേട്ടങ്ങളെയും നിങ്ങളിൽ നിലനിൽക്കുന്ന ഈശ്വരാധീനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഏഴാമതായി, ശകുനശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോൾ ഈ ധനുമാസത്തിൽ നിങ്ങൾ പരുന്തുകളെ കാണുകയും നിങ്ങൾ കാണുന്ന സമയത്ത് അവ വളരെ താഴ്ന്ന് വട്ടം ചുറ്റി പറക്കുന്ന തരത്തിലാണ് ഉള്ളതുമെങ്കിൽ അത് ഒരു അപകട സൂചനയാണ്. അതായത് ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ ഈ ധനുമാസത്തിൽ കാണുകയാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ചില ശത്രുദോഷങ്ങൾ നിങ്ങളിലേക്ക് വളരെ കാഠിന്യമേറിയ രീതിയിൽ വരുവാൻ പോകുന്നു എന്നതാണ്. മാത്രമല്ല, നിങ്ങളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ചില ശത്രുക്കൾ നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ ഉണ്ട് എന്നതും ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചില ധനനഷ്ടങ്ങളും സാമ്പത്തികമായ ചില പ്രതിസന്ധികളും ഇത്തരത്തിൽ പരുന്ത് താഴ്ന്നു പറക്കുന്ന തരത്തിൽ ഈ ധനുമാസത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതിനാൽ തന്നെ പരുന്തുകളെ ശകുനം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കും. ഇനി എട്ടാമതായി, ഈ ധനുമാസത്തിൽ നിങ്ങളുടെ വഴിമധ്യയോ നിങ്ങളുടെ വീട്ടുപരിസരത്തോ ഒരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു ആമയെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെയേറെ ശുഭകരമാണ്. അതായത് ആ വീട്ടിലുള്ളവർക്ക് വളരെയധികം ദീർഘായുസ് ഉണ്ടാകുമെന്നും സാമ്പത്തികമായ സ്ഥിരതയും സാമ്പത്തിക സുരക്ഷിതത്വവും ആ വീട്ടിലുള്ളവർക്ക് ഉടനടി അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാകുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ ആമയെ നിങ്ങൾ ഈ ധനുമാസത്തിൽ ശകുനം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്ന ഭാഗ്യങ്ങൾ പല വഴികളിൽ നിന്നുമായിരിക്കും. എന്നാൽ നേരെ മറിച്ച് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടതോ ജീവൻ അറ്റതോ ആയ ആമയെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശുഭകരമല്ല. നേരെ മറിച്ച് എന്തോ ഒരു അപകടകരമായ കാര്യം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ഇനി ഒമ്പതാമതായി, ഈ ധനുമാസത്തിൽ വളരെ ആകസ്മികമായി നിങ്ങൾ ഒരു കൂട്ടം ആടുകളെ കാണുകയാണെങ്കിൽ അത് വളരെ ശുഭകരമായി കണക്കാക്കാവുന്ന ഒന്നാണ്. അതായത് നിങ്ങളുടെ യാത്രാമധ്യയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെയായി ഒരു കൂട്ടം ആടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് കുടുംബത്തിലെ അംഗസംഖ്യയിൽ ഉണ്ടാകുവാൻ പോകുന്ന വർധനവ് അഥവാ സന്താന ഭാഗ്യത്തിൻ്റെ സൂചനയായും സാമ്പത്തിക നേട്ടങ്ങളുടെ സൂചനയായും കണക്കാക്കപ്പെടുന്നു. എന്തുതന്നെയായാലും ഇത്തരത്തിലൊരു കാഴ്ച കാണുന്നവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് സന്തോഷത്തിന് കാരണമാകുന്ന ഒട്ടനവധി കാര്യങ്ങളായിരിക്കും. ഇനി അടുത്തതായി, ഈ ധനുമാസത്തിൽ നിങ്ങൾ ഏതെങ്കിലും യാത്ര പുറപ്പെടുമ്പോഴോ
അതല്ല ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുവാൻ നിൽക്കുമ്പോഴോ നിങ്ങളുടെ മുൻപിൽ കൂടി ഒരു പാമ്പ് വഴിമുറിച്ച് കടന്നു പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആ യാത്ര തുടരുകയോ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയോ ചെയ്യരുത്. കാരണം ഇത് വളരെ വലിയ രീതിയിലുള്ള എന്തോ ഒരു ആപത്തിനെയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അശുഭകരമായ കാര്യത്തെയോ ആണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് നിസ്സാരമായി തള്ളിക്കളയരുത്. ഇനി ഈ ധനുമാസത്തിൽ നിങ്ങൾക്ക് ശകുനമായി വന്നിട്ടുണ്ടെങ്കിൽ അത്യധികം ഭാഗ്യങ്ങളെയും ധനനേട്ടങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു പക്ഷിയാണ് ചകോരം അഥവാ ഉപ്പൻ എന്ന പക്ഷി. ഉപ്പൻ എന്നത് സർവ ഐശ്വര്യങ്ങളെയും ഭാഗ്യങ്ങളെയും ലക്ഷ്മി കടാക്ഷത്തെയും സൂചിപ്പിക്കുന്ന ഒരു പക്ഷിയാണ്. അതിനാൽ തന്നെ ഈ ധനുമാസത്തിൽ ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീട്ടുപരിസരത്തോ നിങ്ങളുടെ പറമ്പിലോ ഒക്കെയായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെയേറെ ഭാഗ്യങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ നിങ്ങൾ ഉപ്പനെ കാണുകയാണെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം നൽകുന്നത് വളരെയേറെ ശുഭകരമാണ്. അതായത് ലക്ഷ്മി കടാക്ഷവും ഈശ്വര ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന വീടിൻ്റെ പരിസരത്ത് മാത്രമായിരിക്കും എപ്പോഴും ഉപ്പൻ എന്ന പക്ഷിയെ കാണപ്പെടുന്നത്. അതിനാൽ ഇത്തരത്തിൽ നിങ്ങൾ രാവിലെ സമയങ്ങളിലൊക്കെ ഉപ്പനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിലും ആ ദിവസം ചെയ്യുന്ന കാര്യങ്ങളിലുമെല്ലാം കാര്യവിജയം ഉണ്ടാവുകയും അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനടി നിങ്ങൾക്ക് നടന്നു കിട്ടുകയും ചെയ്യും. അതിനാൽ തന്നെ ധനുമാസത്തിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ ഉപ്പൻ എന്ന പക്ഷിയെ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുക. ഇനി ഈ ധനുമാസത്തിൽ നിങ്ങളുടെ കൺമുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെയധികം ഭാഗ്യത്തിൻ്റെയും ആർഭാടങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന സുഖസൗകര്യങ്ങളുടെയും സൂചനയായി കണക്കാക്കാവുന്ന ഒരു ജീവിയാണ് ആന. നിങ്ങൾ ഏതു വിധത്തിലും ഏതു സ്ഥലത്തു നിന്നും ആരോഗ്യമുള്ള ഒരു ആനയെ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളിൽ ഗണപതി ഭഗവാന്റെ കടാക്ഷം വളരെയധികം ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നു എന്നും എന്തൊക്കെയോ തരത്തിലുള്ള അധികാരങ്ങളും സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നു എന്നുള്ളതും ഇത് അർത്ഥമാക്കുന്നു. മാത്രമല്ല ആനയെ കാണുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഈ ധനുമാസത്തിൽ തന്നെ ഉണ്ടാകുവാൻ പോകുന്നത് രാജയോഗ സമാനമായ ചില ഭാഗ്യങ്ങളായിരിക്കും. ഇനി ആനയെ നേരിൽ കാണാതെ നിങ്ങൾ ഈ ധനുമാസത്തിൽ ആനയെ തുടർച്ചയായി സ്വപ്നത്തിൽ കാണുകയാണെങ്കിലും ഇതേ രീതിയിലുള്ള ഭാഗ്യങ്ങളെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. ഇനി അവസാനമായി ഈ ധനുമാസത്തിൽ നിങ്ങളുടെ ശരീരഭാഗങ്ങളിൽ പല്ലി വന്ന് പതിക്കുകയോ ഇനി പറയുവാൻ പോകുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ അവ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ അതിന് അത്രയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇതിൽ ഒന്നാമതായി നിങ്ങളുടെ തലയിലേക്ക് വളരെ അപ്രതീക്ഷിതമായി ഒരു പല്ലി വന്ന് പതിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് ജീവിതത്തിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം. കാരണം അപ്രതീക്ഷിതമായ ചില ദുരിതങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും അതുപോലെ തന്നെ മാനസികമായ ചില സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ ധനുമാസത്തിൽ നിങ്ങളുടെ തലയിലേക്ക് ഒരു പല്ലി വന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് ഒരു ദോഷത്തിൻ്റെ സൂചന തന്നെയാണ്. ഇനി അതുപോലെ നിങ്ങളുടെ നെറ്റിയിലോ മുഖത്തോ ആണ് ഇത്തരത്തിലൊരു പല്ലി അപ്രതീക്ഷിതമായി വന്നു പതിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപമാനങ്ങൾ ഏൽക്കേണ്ടതായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ സംസാരങ്ങളിലും പ്രവർത്തികളിലും നിങ്ങൾ അത്രയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നേരെ മറിച്ച് നിങ്ങളുടെ വലതു തോളിലോ വലതു കൈയിലോ പല്ലി വന്ന് പതിച്ചിട്ടുണ്ട് എങ്കിൽ
അത് ഒരു ശുഭസൂചനയാണ്. അതായത് ധനലാഭം, ശുഭവാർത്തകൾ, കർമ്മമേഖലയിലെ ഉയർച്ച, കാര്യവിജയം എന്നിങ്ങനെയുള്ള സൂചനകളാണ് ഇവ നൽകുന്നത്. ഇനി നിങ്ങൾ കിടക്കുമ്പോഴും മറ്റുമായി നിങ്ങളുടെ നെഞ്ചിലേക്കാണ് ഒരു പല്ലി വന്ന് വീഴുന്നത് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില പ്രതിസന്ധികളുടെ സൂചനയാണ്. അതായത് കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അതിലൂടെ നിങ്ങൾക്ക് ചില മാനസിക സംഘർഷങ്ങൾ അധികരിക്കുകയും ചെയ്യുന്ന സാഹചര്യം അനുഭവത്തിൽ വന്നേക്കാം. ഇനി അതല്ല, നിങ്ങളുടെ വയറിൻ്റെ ഭാഗത്താണ് ഒരു പല്ലി വന്ന് വീഴുന്നത് എങ്കിൽ ഇത് ആരോഗ്യ പ്രതിസന്ധികളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കൂടുതൽ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുകയും ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ തീർച്ചയായും ഈ ധനുമാസത്തിൽ ഇതിൽ ഏതെങ്കിലും ജീവികളെ ഇത്തരത്തിൽ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും അവ നിസ്സാരമായി എടുക്കരുത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ദോഷകരമായ ശകുനങ്ങളുടെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാനും അതുപോലെ തന്നെ ഭാഗ്യകരമായ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനുമായി ഈ ധനുമാസത്തിൽ തുടർച്ചയായി ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുകയും അയ്യപ്പസ്വാമിയെ സ്മരിക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ ഇതിൽ ഏതൊക്കെ ജീവികളെയാണ് നിങ്ങൾക്ക് ഈ ധനുമാസത്തിൽ കാണുവാൻ കഴിഞ്ഞത് എന്നുള്ളതും തീർച്ചയായും എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.